ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റെയിൻബോ ഡ്രീംസ്. ഇന്ന് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു കാർഡാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് നമുക്കതിലേക്ക് ഒരു ഹണി ജാറിൻ്റെ പിക്ചർ വരച്ചെടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഒരേ ഷേപ്പിൽ ഞാനിവിടെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാർഡിൻ്റെ ടോപ്പ് ആൻഡ് ബോട്ടം പോർഷൻസ് ആണ് കേട്ടോ ഇത്. ഈ ജാറിൻ്റെ മുകളിലൂടെ ഹണി ഒഴുകുന്നത് പോലെ നമുക്ക് ഈ യെല്ലോ പേപ്പർ ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഗോൾഡൻ ഹൈലൈറ്റർ പെൻ ഉപയോഗിച്ച് ഈ ഒരു ജാറിൻ്റെ മുകളിലൂടെ ഹണി ഒഴുകുന്ന ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ലിഡിൻ്റെ പോർഷൻ കട്ട് ചെയ്ത് മാറ്റാം. ലിഡിൻ്റെ ഷേപ്പ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മുകളിലൊരു സെക്ഷൻ കൂടെ വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ച യെല്ലോ പോർഷൻ ഇതിലേക്ക് ഒട്ടിക്കാം. ഹണി ഉള്ളിടത്ത് ഹണി ബീസ് ഉണ്ടാവുമല്ലോ, അപ്പം ഞാൻ 2 ഹണി ബീസിനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലിഡിൽ അറ്റാച്ച് ചെയ്യേണ്ട മെസ്സേജ് എഴുതി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വൈറ്റ് പേപ്പറിൽ ഒരു മെസ്സേജ് എഴുതിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേർഡിങ്സ് യൂസ് ചെയ്യാം. ഞാനിപ്പം ആ ഒരു ഇൻസ്പയർഡ് കാർഡിലുണ്ടായിരുന്ന സെയിം വേർഡിങ്സ് തന്നെയാണ് എഴുതിയത്. മേ യുവർ ഡേ ഫിൽഡ് വിത്ത് മോർ സ്വീറ്റ്നെസ്. ഇനി നമുക്ക് ലിഡിലേക്ക് ഈ മെസ്സേജ് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ കാർഡിൻ്റെ ബേസിലേക്ക് മെസ്സേജ് ഒന്ന് വെച്ച് നോക്കാം. കാർഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പം ഈ ലിഡ് ജസ്റ്റ് ഒന്ന് പൊക്കുമ്പോഴാണ് നമുക്ക് ആ മെസ്സേജ് കിട്ടേണ്ടത്. അപ്പം നമുക്കിനി ബേസിൽ പശ തേച്ച് കൊടുക്കാം. മെസ്സേജ് ഇൻസേർട്ട് ചെയ്യുന്ന പോർഷൻ ഒഴിച്ച് ബാക്കി സൈഡുകളിലൊക്കെ നമുക്ക് പശ തേച്ച് കൊടുക്കാം. ടോപ്പ് പോർഷൻ മുകളിൽ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ജാറിൻ്റെ മുകളിലായിട്ട് ഹണിന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഇനി ഹണി ബീസിനെ നമുക്ക് ഈ ഡബിൾ സൈഡഡ് സ്റ്റിക്കർ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. കാർഡിൻ്റെ സൈഡൊക്കെ ഉണങ്ങിയതിന് ശേഷം നമുക്ക് ആ മെസ്സേജ് അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇപ്പം നമ്മുടെ ഹണി ജാർ സർപ്രൈസ് കാർഡ് റെഡി ആയിട്ടുണ്ട്. ആർക്കെങ്കിലും സർപ്രൈസായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഗിഫ്റ്റായിട്ടാണ് കേട്ടോ ഇത്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീണ്ടും കാണാം. ബൈ.